വളാഞ്ചേരി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതിമനോഹരമായിട്ടുള്ള ഒരു ദൃശ്യഭംഗി. പുതിയ റോഡും ആ പിന്നെന്താ പറയുക ചുറ്റുവട്ടവും ആ പാടവും എന്താ എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം. എന്നാൽ പിന്നെ വേണ്ടില്ല, നിലത്ത് നിന്ന് കാണുന്ന കാഴ്ചയെക്കാളും മനോഹരമായിരിക്കുമല്ലോ ആകാശക്കാഴ്ച എന്ന് കരുതി ഞാൻ എന്തായാലും ബൈക്ക് ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി. ചെറിയൊരു മൂടലുണ്ടായിരുന്നു, എങ്കിലും അത്യാവശ്യം നമുക്ക് ദൃശ്യമൊക്കെ കിട്ടും. ചില സ്ഥലത്ത് മാത്രമേ മൂടലുള്ളൂ, ബാക്കി സ്ഥലത്ത് വെയിലുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ആകാശക്കാഴ്ച നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് പൊക്കിയേക്കാമെന്ന് വെച്ച് പൊക്കി അങ്ങ് വിട്ടു. എല്ലാം റെഡിയാക്കി. എന്തായാലും അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ മുകളിൽ നിന്ന്. ഇത് കുറച്ച് ദൂരം അങ്ങ് പോകണം, അങ്ങ് മുന്നോട്ട് അങ്ങ് കുറച്ച് ദൂരോട്ട് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബാറ്ററി ചാർജ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്തു. ദൂരം അങ്ങ് ദൂരേക്ക് പോകാതെ, അല്ല കുറച്ച് ദൂരമായിട്ട് അങ്ങ് വിടായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു ഭയങ്കരമായ കാറ്റ് ഈ മുകളിൽ കൂടെ ഉണ്ടായിരുന്നു. മുകളിൽ മാത്രമല്ല, മൊത്തത്തിൽ അതൊരു ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ കാറ്റ് ഉണ്ട്. അപ്പം ഈ കാറ്റുള്ളത് കൊണ്ട് ഡ്രോണിന് പിടിച്ചു നിൽക്കാനായിട്ട് ഒരു എന്താ പറയുക ഭയങ്കര ഫോഴ്സ് ഉപയോഗിക്കണം. അപ്പോൾ ചാർജ് പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ കാറ്റത്ത് കുറേശ്ശെ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഈ GPS ലൊക്കേഷൻ അതിന് കിട്ടാതെ വരും, കറക്റ്റായിട്ട് കിട്ടാതെ വരും. അപ്പോൾ ഡ്രോണിൻ്റെ നിർമ്മാതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാറ്റുള്ള സമയത്തും മഴയുള്ള സമയത്തും ഇത് പറത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഇത് നമ്മൾ നോക്കാതെ ആണ് ഉയർത്തിയത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ മനോഹരമായ വീഡിയോ എടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ചാർജ് കുറഞ്ഞുകൊണ്ട് ഇത് മുകളിലേക്ക് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് എതിലേ പോയെന്ന് കാണുന്നില്ല. കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയല്ലോ. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ റിമോട്ടിലുള്ള മോണിറ്ററിലാണ് ഇത് കാണുന്നത്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തം കറക്കി എടുത്ത് നമ്മൾ താഴെ ഏകദേശം നമ്മുടെ നിൽക്കുന്ന ലൊക്കേഷനുമൊക്കെ ഏകദേശം നോക്കി ചുറ്റുവട്ടത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഓടിച്ചു. അവിടെ ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ദൃശ്യങ്ങളുമൊക്കെ നല്ല രീതിയിലൊന്ന് പകർത്തി വണ്ടി പോകുന്നു. അത്യാവശ്യം തെറ്റില്ലാത്ത ഹൈറ്റിൽ തന്നെയാണ് പോയേക്കുന്നത്. നമുക്ക് ചുറ്റുവട്ടവും കൂടെ എന്താ അങ്ങേറ്റത്തുള്ള മലനിരകളും ആകാശവും എല്ലാം കാണുന്ന രീതിയിലുള്ള ആ പാടത്തുള്ള വഴികളും എല്ലാം കാണുന്ന രീതിയിലുള്ള ഒരു ദൃശ്യമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിങ്ങനെ പോയി എന്താ ചെയ്യുക, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ അലർട്ട് വന്നു, ചാർജ് തീരാൻ പോവുകയാണ്, മൊബൈലിൻ്റെ ഡ്രോണിൻ്റെ ചാർജ് തീരാൻ പോവുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യണം, അപ്പോൾ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറത്തുന്നതിന് മുമ്പ് നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ സെറ്റ് ചെയ്യാതെ പെട്ടെന്ന് എടുത്തിട്ട് അങ്ങ് പോകാം, അതായത് കുറച്ചൊന്ന് ഉയർത്തി അത്രയും ചുറ്റുവട്ടം മാത്രം ഒന്ന് കറക്കി ഇങ്ങനെ എടുക്കാമെന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രോണിൽ വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ അങ്ങ് പൊക്കി അങ്ങനെ അങ്ങ് വിട്ടതാണ്. അതിനുശേഷം ഈ ഡ്രോൺ ഇതിലേ പോയെന്ന് കാണുന്നില്ല. കാരണം ഇത് കാറ്റത്ത് കുറേശ്ശെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഹൈറ്റിലേക്ക് നേരെ ഉയർത്തി വിടും. അപ്പോൾ ആ ഹൈറ്റിൽ തന്നെ അത് സാധനം കാണും എന്നോർത്താണ് നമ്മൾ താഴേക്ക് അത് ലൊക്കേഷൻ വരാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് കാറ്റിൻ്റെ ശക്തമായ കാറ്റിൽ ഇങ്ങനെ കുറേശ്ശെ ഈ ലൊക്കേഷൻ മാറിപ്പോകും. അപ്പം ഇത് പിന്നെ താഴുന്നത് വേറെ സ്ഥലങ്ങളിലായിരിക്കും. അപ്പം നമുക്ക് ഈ സ്ഥലങ്ങളൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഈ താഴെയുള്ള സ്ഥലം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. ഈ ആകാശത്തുനിന്ന് കാണുന്ന പോലെ
താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന പോലെ ഡ്രോണിന് കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ താഴെയല്ലേ നിൽക്കുന്നത്. നമുക്ക് നിൽക്കുമ്പം ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഈ ചാർജും തീർന്നു. ഇത് ഇറക്കുകയും വേണം. അത് മാത്രമല്ല, ഇത് റോഡിൽ ഈ ഹൈവേയിലെങ്ങാനുമാണ് ചാർജ് തീർന്ന് താഴുന്നതെങ്കിൽ ഏതെങ്കിലും ലോറിക്കടിയിലോ ബസ്സിനടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിക്കടിയിൽപ്പെട്ട് സാധനം പോകും. ഇത് രൂപ 1-2 രൂപയുള്ള സാധനമല്ല, ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ആ സാധനം 1 ലക്ഷം രൂപ കയ്യിൽ നിന്ന് അങ്ങ് പോകും. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും താഴേക്ക് ദൃശ്യം അങ്ങ് വെച്ചു, നേരെ താഴേക്ക്. അപ്പം ഡ്രോൺ എവിടെയാണ് നിൽക്കുന്നത്, എത്ര ഉയരത്തിലാണോ ഡ്രോൺ നിൽക്കുന്നത് ആ ഉയരത്തിൽ നിന്നും നേരെ താഴേക്ക് കാണുന്ന രീതിയിൽ അതിൻ്റെ ക്യാമറ അങ്ങോട്ട് പൊസിഷൻ ചെയ്തിട്ട് അപ്പം നമുക്ക് നേരെ താഴെ കാണാം. അപ്പം തൊട്ടും ഈ ക്യാമറ ഏറ്റവും മുകളിൽ നിൽക്കുന്നു, ആ ക്യാമറയുടെ നേരെ താഴെയുള്ള ദൃശ്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതങ്ങനെ താത്തിക്കൊണ്ട് വന്നു. അപ്പോൾ ഒരുപാട് താത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വേറെ വലിയൊരു പാൻറ്റോറൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതും കൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് റോഡിലേക്ക് താത്താനും പറ്റിയില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ഡ്രോണ് ചാർജ് തീർന്നിട്ട് ഇത് താഴാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഡ്രോണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് റോഡിൽ കൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ഹൈവേയിൽ തന്നെയാണ് ഈ ഡ്രോൺ ഇപ്പം ഉള്ളത്. അപ്പം ഞാൻ നോക്കി, ഇപ്പം ഇത് റോഡിൽ താത്താൻ പറ്റിയല്ലോ. ചാർജ് ചെയ്യുന്ന ഡ്രോണ് റോഡിലേക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ വണ്ടി കയറി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് സൈഡിലേക്കാക്കി. അപ്പം റോഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ആണെങ്കിൽ താഴുന്നത്, അപ്പം നമുക്ക് ലൊക്കേഷൻ കിട്ടും. ആ താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി എടുത്താൽ മതി. അങ്ങനെ ഞാൻ ഇത് കുറച്ച് സൈഡിലേക്ക് കുറച്ചങ്ങ് ഉയർത്തി കഴിഞ്ഞപ്പം നമുക്ക് മൊത്തത്തിൽ ഇതെവിടെയാ ഏകദേശം ഒരു സ്ഥലം കിട്ടി. നമുക്ക് എന്താ പറയുക, ഉയർത്തുമ്പം റോഡും അതിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റോഡിൽ നിന്ന് മാറ്റി ഇട്ട് വേണം, ഇത് തന്നെ താഴും. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് താഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഏത് ഭാഗത്താണ് ഈ ഡ്രോൺ നിൽക്കുന്നത്, ആകാശത്ത് ആണല്ലോ ഡ്രോൺ നിൽക്കുന്നത്. അപ്പോൾ ഇത് ആകാശത്ത് എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് കാണാൻ പറ്റുന്നില്ല. താത്തിക്കൊണ്ട് വന്നിട്ടും താഴ്ന്നിട്ടും കാണുന്നില്ല. ഈ മേഘം ഈ വെളിച്ചം കാരണം നമുക്ക് ഡ്രോണും കാണാൻ പറ്റുന്നില്ല ഇത് എവിടെയാണെന്നുള്ളത്. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറേ ദൂരെയാണ്. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റാത്തത്. കാരണം കാണാൻ പറ്റുന്നത് ഈ കാറ്റത്ത് ഞാൻ എൻ്റെ കൺട്രോളിന് അപ്പുറം ആയിപ്പോയി. ഈ കാറ്റത്ത് ഇങ്ങനെ കുറേശ്ശെ ഇത് മാറിപ്പോയി. നമ്മൾ GPS കൺട്രോളറിൻ്റെ ഔട്ട് ഓഫ് സ്റ്റേഷനായിപ്പോയി. അങ്ങനെ ഇത് മൊത്തത്തിൽ ഞാൻ പൊക്കി നോക്കിക്കഴിഞ്ഞപ്പം ഏതോ ഒരു സ്ഥലത്താണുള്ളത്. ആ ചുറ്റുവട്ടത്തെവിടെ ആണ്, പക്ഷേ കുറച്ച് ഞാൻ നിൽക്കുന്ന സ്ഥലമായിട്ട് കുറേ ദൂരെയാണ് നിൽക്കുന്നത്. പിന്നെ കുറച്ച് സമയം ഞാൻ നോക്കി ഇത് എവിടെയാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടണമല്ലോ, ഇത് താത്താൻ. എങ്കിൽ മാത്രമല്ലേ ഇത് സാധനം തിരിച്ച് കിട്ടണമല്ലോ. അപ്പം വല്ല വണ്ടി കയറി പോയി കഴിഞ്ഞാൽ സാധനം പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും കുറച്ച് പോയി ഉയർത്തി മൊത്തത്തിൽ സ്ഥലം എവിടെയാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കി. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലവും ഈ ഡ്രോൺ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ എന്തെങ്കിലും ദൂരം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഈ താഴെ നിൽക്കുന്ന ഈ ഡ്രോണിന് കാണുന്ന കാഴ്ച എനിക്ക് കാണാൻ പറ്റിയല്ലോ. ഞാൻ ഇതിനകത്തല്ലേ കാണുന്നത്. ഇതിനകത്ത് കാണുമ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്നെ പോലും അത്ര ഉയരത്തിൽ ആയതുകൊണ്ട് എന്നെ പോലും കാണുന്നില്ല. കുറച്ച് താഴ്ചയിലും നമ്മൾ അടുത്തൊക്കെ ആണെങ്കിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മളെയും കൂടെ കാണുള്ളൂ ദൃശ്യം. അപ്പോൾ അത് അത്രയ്ക്ക് ഉയരത്തിലായതുകൊണ്ട് ഒന്നും കാണുന്നില്ല, എന്നെയും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കൺട്രോൾ പോയിട്ട് അവസാനം ഇതിൻ്റെ ചാർജും തീരാറായി. ഒരു വിധത്തിൽ ഇത് എവിടെയെങ്കിലും ഇറക്കണം സേഫായിട്ട്. അപ്പോൾ അങ്ങനെ ഇറക്കണമെന്നല്ല, ഇത് ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഇത് തന്നെ ഇറങ്ങും. അപ്പോൾ ആ തന്നെ ഇറങ്ങുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്ന്